ബോസ് മലയാളത്തിന്റെ ചരിത്രത്തില് 4 ആഴ്ച കൊണ്ട് വെടി തീർന്ന ഇതുപോലൊരു സീസൺ ഉണ്ടായിട്ടുണ്ടാവില്ല. സ്ട്രോങ് ആയിട്ടുള്ള 3 പേര് പുറത്ത്, അതുകൊണ്ട് തന്നെ മാറ്റി പിടിക്കാൻ പോയിട്ട് 4 ആഴ്ച കൊണ്ട് വെടി തീർന്ന ഒരു അവസ്ഥയിലാണ് ഏറെക്കുറെ. ഗംഭീരമായി തുടങ്ങി ജസ്റ്റ് കയ്യിന്ന് പോയി. ഇത്തവണത്തെ കണ്ടസ്റ്റൻസിൽ ആരോടും ഒരു ഇഷ്ടം പേഴ്സണലി തോന്നിയിട്ടില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു ജിൻഡോ ഉണ്ട്. പുള്ളി അല്ലാതെ വേറെ ആരാണുള്ളത്? ആരുമില്ല. ഈ സീസണിന്റെ വിന്നറിനെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്താൻ ഒത്തിരി നേരത്തെയാണ് എങ്കിലും ഞാൻ ജസ്റ്റ് പ്രഡിക്ഷൻ നടത്താം. ഇത്തവണത്തെ വിന്നർ ഏറ്റവും ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നർ ആവും. ബിഗ് ബോസ് തമിഴ് സീസൺ 7 ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈൽഡ് കാർഡുകൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആരും വരരുത്. ഈ സീസണിൽ അവിടെയുള്ളവർ ആർക്കും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറത്തുപോയ 3 പേർക്കുണ്ടായിരുന്നു ഇവരെക്കാട്ടിലും പ്രേക്ഷക പിന്തുണ. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രേക്ഷകർ ഇങ്ങനെ കൈയടിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പക്ഷെ ആരും ആ രീതിയിലുള്ള നല്ല ഗെയിം കളിക്കുന്നില്ല. ജിൻഡോ ഒക്കെ ഭയങ്കര ഗ്രേ ഷെയ്ഡഡ് ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഗബ്രി, ജാസ്മിൻ, അർജുൻ ഇവരെല്ലാവരും മിക്സ്ഡ് ബാഗ് ആണ്. ചില സമയത്ത് കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ തോന്നും, ചില സമയത്ത് നല്ലതാണ് എന്ന് തോന്നും. ആ രീതിയിലാണ് ഈ ഒരു സീസൺ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടേഴ്സ് ആണ്.